എന്താ മനസ്സിലായോ? അയില അല്ല, ചോറ കളിപ്പേ, മീനല്ല. രണ്ടട്ട തന്നെ പറഞ്ഞു 206 കൊട്ടയില് ചോറ് കളിപ്പ് 206. സംഭവം നേരെ അങ്ങോട്ടൊന്ന് കേട്ടോക്കി. എങ്ങനെ 200 കിട്ടി? ആ നിച്ചറിയില്ല. എന്നാ 200 എന്നാ പൊട്ട തെറ്റാണ്. 59, 69, 79, 89. അല്ല പേര് ചെറുതാണ്. ആരാ സൈന? അതല്ല എപ്പോഴേത് എപ്പോഴേ കോയാക്കളുടെ കാമുകിയത് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും നല്ലൊരു കൈ കൊടുക്കോ. നമ്മുടെ 2 താരങ്ങൾക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാല മലപ്പുറം, നസീർ ഷിക്കു. ഓക്കെ, ഞങ്ങൾ പല തവണകളായി പല വേദികളിൽ കണ്ടുമുട്ടുന്നു. വീണ്ടും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. എന്തായാലും ഇവരെ പാട്ട് നമുക്ക് നിർബന്ധമാണ്. ഒരു ആക്ടിങ്ങും നമ്മളൊക്കെ കണ്ട് വളരെയധികം നല്ല സ്ക്രിപ്റ്റോട് കൂടി മറ്റ് യൂട്യൂബ് അഡ്വർടൈസ്മെന്റിനേക്കാൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നത് ഇവരുടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സാധി സ്ക്രിപ്റ്റാണ്. മോൾട്ടി ഇന്നില്ലേ? മോൾട്ടിന് പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? മോൾട്ടി ഉണ്ടായിരുന്നു. ഓള് ഷൂട്ട് കഴിഞ്ഞ് പോയി. ഓക്കെ. മോൾട്ടിന് ഇടയ്ക്ക് പോലെ പരിപാടികളൊക്കെ കാണാം. മോൾട്ടി നല്ലൊരു അവതാരം കൂടിയാണ് അല്ലേ? എന്തായാലും എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ലാല മലപ്പുറത്തിനും നസീർ ഷിക്കും അപ്പുറത്ത് എലിയാസ് നമ്മുടെ സ്വന്തം കൊമ്പങ്കാട് പോയി കുഞ്ഞാപ്പിന് നല്ലൊരു പൊട്ടക്കപ്പെടുന്ന കയ്യിൽ കേൾക്കണം. ഉഷാറായിട്ടാണ്. ഓക്കെ ലാല പ്ലീസ് 2 വാക്കൊന്ന്. എന്താണ് സുഖല്ലേ? നമ്മളിതേപോലെ കാണാൻ സാധിച്ചതിൽ വേറെന്താ പറയാ, നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇടയ്ക്ക് എല്ലാ സ്റ്റേജിലും പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് നല്ല കണ്ടന്റ് കൊടുത്തിട്ട് നല്ല വീഡിയോസ് ചെയ്യുന്നത്. അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഓരോ വിരലടയാളാണ് ഞങ്ങളെ ഈ നൃത്തത്തിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരും. സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. സപ്പോർട്ട് ചെയ്യൂലേ? അപ്പം നമുക്ക് തമർത്തിയിട്ട് പോവാം. ഓക്കെ, കളറാക്കാം. കുഞ്ഞാപ്പു അടികിട്ടി അടിച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പൂന് എന്താ പറയാനുള്ളത്? മൈക്ക് കേടാ, ഒന്നുകൂടെ നോക്കാം. സുഖല്ലേ? കൊമ്പങ്ങാട് തറവാട്ടുന്ന കുഞ്ഞാപ്പു. മാന്യ സദസ്സിന് വന്ദനം. അങ്ങനെന്നല്ലേ പറയല്. മോണാക്റ്റൊക്കെ അറിയുള്ളൂ. സ്റ്റേജിൽ നിന്നിട്ടൊന്നും അത്ര ഇതില്ല. വന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഉഷാറാക്കാനാണ് അല്ലേ? അപ്പൊ കരോക്കെ വേണ്ട, ട്രൂപ്പുകളൊക്കെ ഉണ്ട്, ചെക്കന്മാരൊക്കെ ആയിട്ട്. പാട്ട് പാടണമെന്നോ? അതാണോ ഇവിടെ പാട്ട് നടന്നില്ലേ? അപ്പൊ പാടാൻ വെക്കോല് പറഞ്ഞേ. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് പാടാൻ വെച്ചല്ലോ. എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അവിടെ പാടി നമ്മളെ കൊമ്പങ്ങാട് തറവാട്ടിലൊരു പാട്ടുണ്ട്, പാടാം. അത് മതിയോ? നമ്മളൊപ്പം പാടോ? ഉറപ്പാണോ? റെഡി? കൊമ്പങ്ങാട് കോയ അവളിപ്പ ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടേണ് കുഞ്ഞാപ്പൂ. അറിയാതെ അതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരു കയ്യാടി അടിച്ചാൽ. അപ്പോ ആ പാട്ട് കഴിഞ്ഞു. ഇനി അടുത്ത 10 ചൊല്ലാവാ അല്ലേ? 10 ചൊല്ലാലോ? ഒപ്പം പാടോ? ഉറപ്പാ? അക്കരെ കാവിലെ ചക്കര മാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. ചുണ്ടലി അവിടെ എന്തുണ്ടടി? അവന്റെ മാറുന്നു. ഒരു തൊഴിലില്ലാതെ ഓണടിച്ചു. എന്താ വേണ്ട നിങ്ങൾ പറയും. നിങ്ങൾ പറയണ നമ്മൾ ചെയ്യും. 2 പാട്ട് പാടി. പാട്ട് ഒരു പാടില്ലേ? മാക്രിയോ പടച്ച മുക്രിയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ വീഡിയോസുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതാന്ന് പറഞ്ഞ
സൈനന്റെ ഒപ്പം പറ്റിയ പാവാണ്. സൈനന്റെ ഒപ്പം ചെറുതാണ്. ആരാ സൈന? അതല്ല എപ്പോഴേത് എപ്പോഴേ കോയാക്കളുടെ കാമുകിയത് കുട്ടികൾ പറയ് ഏത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടത്? മൺചിത്രത്തായോ? ആ അത് പറഞ്ഞു. നീർക്കോലിയോ? നീർക്കോലി തവളയൊക്കെ വീഡിയോയിൽ കണ്ടാൽ മതി നിങ്ങള്. അതിന് തവള ഇതോടെ എങ്ങനെ തവള തൊപ്പിയൊക്കെ വേണ്ടേ? അല്ലാത്ത തവള എന്താ ഈ ഒച്ചന്നല്ലേ തവള? എന്താ ഞാൻ പറയാം, എനിക്ക് ഇഷ്ടമായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് നേരത്തെ പറയണേ, അത് ഞാനാ പറഞ്ഞേ. അപ്പോ അതിന്റെ 2 ഡയലോഗ് എടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഉറപ്പാ? നോക്കല്ലേ? തുടക്കല്ലേ? യാരത് കൊമ്പക്കാട് പോയ വാതിലോർക്കെ ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു. വാതിലോർക്കെ ജുമാക്ക് നേരായി. ഉന്നെ കൊന്ന് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിപ്പുളിയെ സൈനവി ചാറ്റി നടന്നില്ല, പിന്നെ ലജ്ജ. എനക്ക് പോണം, എനിക്ക് വീട്ടിലെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. ഇതിന് അടി മാത്രമേ മിസ്സായിട്ടുള്ളൂ, നല്ലൊരു കയ്യടി തന്നാ മതി. ആ കാരണം ഇതെന്നോ നമ്മൾ തച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോവും, അതുകൊണ്ട് അടി ഒഴിവാക്കി. താങ്ക് യു. നല്ല കഴിവ് കൊടുത്തേ. ഒരു മണിയില്ലാതെ നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നു ആ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് 2 പേരും തകർത്ത് അല്ലേ, ഒരു ജാടയില്ലാത്ത 2 കലാകാരന്മാർ. ഇത് വളരെ ഇഷ്ടമുള്ള 2 കഥാപാത്രങ്ങളാണ്, അതിൽ ഒരു സംശയമില്ല. ഞങ്ങൾക്കും അല്ലേ. എന്തായാലും നമ്മുടെ ഇതിൽ ഒരാൾക്ക് നിങ്ങൾക്ക് സമ്മാനം കൊടുക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കാമുകിനെ ചോദിച്ചില്ലേ, അതുപോലെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ സ്കൂളിലൊന്നും പോയിക്കാണ്ട് ഇങ്ങനെ ചെയ്യലുണ്ടോ? അല്ലല്ലോ. ആ എന്നാ മതി. അല്ല അവര് നേരത്തെ വെച്ചാൽ അടി ഒറിജിനൽ ആണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അടി ഒറിജിനൽ അല്ല എന്നുള്ളത് ഓർക്ക് തന്നെ അറിയാം അല്ലേ? അങ്ങനെ തല്ലാണ് ഇതിന് ജീവൻ ഉണ്ടാവും. അപ്പോ എത്ര അടി ആയിക്കൊള്ളണു? ഇത് പൂമ്പാറ്റ പോണാർ ഇങ്ങനെ പോണൊക്കെ കൊള്ളാതെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു സഭാ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രൗഢമായ ഉദ്ഘാടന സെഗ്മെന്റിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണം നിങ്ങൾ ഉഷാറായിട്ട് വേണ്ടേ. ഇനി ലാല, നമ്മുടെ ഇവിടെ 2 ഗിഫ്റ്റുകളുണ്ട്. ഇവിടെ 2 ആളുകൾക്കുള്ളതാണ്. നിങ്ങൾക്ക് തീരുമാനിക്കുക ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക, എന്ത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തന്നിരിക്കണം. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും അവരെ? നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ചോദ്യം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് അവതരിപ്പിച്ചിട്ടോ നിങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് ഒരു ചെറിയ ഒരു ചോദ്യം ചോദിക്കാം. കുട്ടികൾ ഇതിൽ സജീവമായാൽ മതി, വലിയൊരു സജീവമായ അവർക്ക് അറിയാതാണ്. എല്ലാവർക്കും പറയാത്ത കുട്ടികൾ എല്ലാവരും വലിയൊരു ഒറ്റയടിക്ക് പറഞ്ഞ കളിച്ച് കൊടുക്കുക, സമ്മാനം ആകുന്നുള്ളേ. എനിക്ക് ഇന്നെ അടി ഒഴിവാവില്ല എന്നൊക്കെ തോന്നുന്നു. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ എത്ര 9 ഉണ്ട് അതിൽ? 9 എത്ര ഉണ്ട്? ഞാനിതിന് മുകളിൽ കയറ്റുകൾ എന്നിട്ട് അതിന് ഓരോന്ന് എണ്ണി പറഞ്ഞല്ലേ. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 ഉണ്ട്? നല്ല സമ്മാനം ഉണ്ട് കേട്ടോ. ഉത്തരം പറഞ്ഞോടുക്കതാ, ആ സമ്മാനം കണ്ടുകൊടുക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് ആദ്യം കട്ടിക്കേ പിന്നെ പോ. ഇടപെടേ ജടപടല്ല കുഞ്ഞാപ്പോ. ഒരു മിനിറ്റ് അതിന്റെ ഉത്തരം തെച്ചെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് 5 പറഞ്ഞവരാരാ? 5 പറഞ്ഞവരാരാ? 5 പറഞ്ഞേ. 10 ആരാ പറഞ്ഞത്? ഞാൻ ഒരു അക്ഷരം കൊണ്ടേരുന്നു. ഒക്കെ തെറ്റാ. 12 ആരാ പറഞ്ഞത്? സുന്ദരി 12 ആരാ പറഞ്ഞത്? പൊട്ട തെറ്റാ. പിന്നെ 18 ആരോ ഒരാൾ പറഞ്ഞല്ലോ. 18 കയ്യൊട്ടിച്ച് 20 എങ്ങനെ ഉണ്ടാകുക? 18 10 ഈ കുട്ടി കയറി എന്നാ നല്ലൊരു കൈ വിടില്ല. അല്ല കയറിയോ ഒരാൾ കുട്ടിയാണോട്ടെ മറ്റോണോട്ടെ. നല്ല കൈ കൊടുത്തേ, നല്ല കൈ കൊടുത്തേ. ഉത്തരമല്ല. ഓക്കെ, എന്ത് പേര്? 10 എന്താ 9 19 2 29 3 39 4 49 5 59 6 69 7 79 8 89 9 10
അതിൽ ഇനിയില്ലേ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു നീ ആ കറുപ്പ് ടീച്ചറിന്റെ കുട്ടീനെ വന്നാ എണ്ണി പറഞ്ഞു കേട്ടോ ഇവിടെ വാ. ആ കുട്ടി എന്നാലും അത്രത്തെ എത്തിച്ചിട്ടോ നല്ലൊരു കയ്യിൽ പിടിക്കാം കുട്ടിക്ക്. ആ നീ നേരിട്ട് വന്നാ അല്ല പേര് അതെ ആര് ഓർന്ന് ആ ഒരു 1 ആ 2 1 2 3 2 3 4 കഴിഞ്ഞോ 9 19 അങ്ങനെ എണ്ണിക്കോ 9 1 19 2 29 3 39 4 49 5 59 6 69 7 79 8 9 10 വലൈക്കും അസ്സലാം കഴിഞ്ഞില്ലേ ആര് 11 11 മാറ്റി 12 അത് പറഞ്ഞു കൊടുത്തിട്ടല്ലേ നിങ്ങൾ കയറി സ്റ്റേജിൽ കയറി നിക്ക് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവോ? എത്ര 11 ആ പൊട്ട തെറ്റാണേ. ഒന്നോ 9 ആവുന്നല്ല ഈ താത്ത് പറയണ നിങ്ങൾ പറയിപ്പിക്കല്ലേ ഒരു മിനിറ്റ് നിങ്ങളെ അത് നേരാവൂല അത് കഴിഞ്ഞിട്ട് എത്രയുണ്ട് 91 മുതലല്ലേ 10 വരെ നേരത്തെ തന്നെ ആറടി 11 12 13 14 16 17 18 19 19 തിരിഞ്ഞ 100 9 ചെല്ലോ 19 തിരിഞ്ഞ ഇറങ്ങി ഞാൻ അടുത്ത ആള് തന്നെ എളുപ്പമായില്ലേ? അത് സംഭവം 20 എണ്ണം വേണം കറക്റ്റ് ആയിട്ട് പറയാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ സമ്മാനം കൊണ്ടുപോകാം. പേര് പറയാ ഷഹബാസ്. ആ എനിക്ക് 1 ആ 19 2 29 3 39 4 49 5 59 6 69 7 8 ആ 9 10 91 92 93 94 95 96 97 98 99. നല്ലൊരു കയ്യിലെടുത്തു. അതാണ് ആ കുട്ടി പറഞ്ഞത് ഓക്കെ. പക്ഷെ 90 എണ്ണാൻ മറന്നു. ഇല്ല 91 അവിടുന്ന് തുടങ്ങിയത്. അതാണ് 19 എണ്ണം കിട്ടിയത്. അപ്പൊ എന്റെ പേരെന്താ? ഷഹബാസിന് ഉള്ള സമ്മാനം കൊടുത്ത നല്ലൊരു കൈയോടെ കൊടുക്കുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്താൽ രണ്ടുപേരും കൂടെ ചേർന്ന് കൊടുക്കണം. ഒരു പാട്ടൊക്കെ പറഞ്ഞ മാർക്കറ്റ് കൈയ്യെടുത്തു. നല്ല അടിപൊളി കൈയ്യോടെ ഉഷാറായിട്ട് മാർക്കറ്റിന്റെ ഈ ഒരു പ്രൗഢമായ പരിപാടിയിൽ സമ്മാനം നേടിയിരിക്കുന്നു. ഇല്ലേ ഇനിയുണ്ടോ? ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചാ ചോദിക്കട്ടെ, ആർക്കും ഉത്തരം പറയാം. ഒരു അമ്മുമ്മ 206 കൊട്ടയിൽ ചോറ് വിളമ്പി. അതിന് 3 കൊട്ട അപ്പുറത്തെ വീട്ടിൽ കൊടുത്തു, 3 കൊട്ട കോയന്റെ കൊച്ചിന്റെ വരിക്കും കൊടുത്തു. ബാക്കി എത്ര കൊട്ട ഉണ്ടാവും? 300 കൊട്ടേ. അത് 0 പറഞ്ഞത് ഫസ്റ്റ് ഇയാളാണ്. ഉത്തരം കറക്റ്റ് ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അവിടെ വെക്കട്ടെ. പൂജ്യാണോ? എന്താ 0-ൽ ഞാൻ പറയും. ഞാൻ ഒന്നും കൂടി ചോദിച്ചാ ഒരട്ടം കൂടി ചോദിച്ചു കേട്ടോ. ഇതിലെനിക്ക് ഉത്തരണ്ടോ? ഇങ്ങോട്ട് കയറി അങ്ങോട്ട് വാ. ആരാ ഈ കുട്ടി? ഈ ബലൂണ് ഉത്തരച്ച് പിടിച്ചോ? കുഴപ്പമില്ല. ഒരു പേര് വെച്ചാ പേരെന്താ? ശ്രീഹരി. ആ ഒന്ന് പറഞ്ഞ എന്റെ ഉത്തരം. ആ എങ്ങനെയാണ് ആ 200 കിട്ടിയത്? ഒന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? എങ്ങനെ 200 കിട്ടി? ആ നിച്ചറിയില്ല. എന്നാ 200 ആണ്. എന്നാ പൊട്ട തെറ്റാണ് ചെല്ല. ശരിയാണോ? ഇല്ല. ആ സെറ്റാ. ഒരു മിനിറ്റ് ഇവിടെ ആള് കിട്ടി. അല്ല ഇവര് വേറെ എന്തോ പറയണ്ടേ? നിങ്ങളെ ഞാൻ കണ്ടുവെച്ചിരിക്കണ്. അന്റെ പറഞ്ഞ 3 നേരം ഇവിടെ വാ. കുറക്കെ 3 നേരം 1 മുതൽ 3 നേരം ഉറങ്ങേ.
എത്ര നമ്മളോട് കിട്ടും? എനിക്ക് ചോദ്യം, എനിക്കറിയോ എത്ര അയക്കണോ വെച്ചാൽ 5.5 അയക്കണം അല്ലേ? 2.25. തന്നെ മറന്നു പോണോ? നമ്മളെ സമ ഹൈപ്പർ മാർക്കറ്റ് എന്ന പരിപാടി ഇവിടെ മൈലപ്പുറത്ത് അതിന് വന്നാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് ഉത്തരം പറഞ്ഞു. 206 വെച്ചാൽ 200, പിന്നെ 3 പിന്നെ കുറട്ടെ. അതിന് അങ്ങനെ കുറക്കണം. ഉമ്മമാക്ക് സുഖല്ലേ? ഞാൻ പറഞ്ഞത്ര ഒരു ഉമ്മ 206 കൊട്ടയില് ചോറ് വിളമ്പി, അതിൽ 3 കൊട്ട അപ്പുറത്ത് കൊടുത്തു, 3 കൊട്ട ഇപ്പുറത്തും കൊടുത്തു. ബാക്കി എത്ര കൊട്ട ഉണ്ടാവും ഞാൻ ചോദിച്ചു. 200 കൊട്ടുണ്ട്. അതില് കാര്യമില്ല, ഉമ്മമാക്ക് തന്നെ ഒരുമാതിരി ആകെ തെറ്റിക്കണം. എവിടെ പേര് പറയും. നവാസ്. ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരം എങ്ങനെയാന്നുള്ളത് പറയും. 206 കൊട്ട ചോറ് കറക്റ്റ്. 3 കൊട്ട അപ്പുറത്തേക്കും 3 അപ്പുറത്തേക്കും കൊടുത്തു. അതിലേ എന്താ മനസ്സിലായോ? അയിലല്ല ചോറ കളപ്പേ, മീനല്ല. അത് രണ്ടൊക്കെ തന്നെ പറഞ്ഞു. 206 കൊട്ടയില് ചോറ് കളപ്പി. 206 ഉത്തരം അറിയില്ല. സംഭവം എന്താണോ? നേരെ അങ്ങോട്ടൊന്ന് കേട്ടോക്കി. അതല്ല, ഹലോ ഹലോ, ചോദ്യം എന്തല്ലേ? ചോദ്യം കറക്റ്റല്ലേ? നല്ല കാര്യം കൊടുത്തേ, നല്ല ഗംഭീര കാര്യം കൊടുത്തേ. ആ കുട്ടി അടുത്തുള്ള ഒരാൾ 200 പറഞ്ഞിട്ട് പറഞ്ഞാണ്, അല്ലാതെ അതിനെ കുറിച്ച് ഒരു വിവരമില്ല. എന്തായാലും അല്ല, എന്തായാലും നമുക്ക് 2 മാനേജിംഗ് പാർട്ട്നേഴ്സ് നമ്മൾ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം.